ഇത് എവിടെയായിരുന്നു? നടന്ന് മനുഷ്യന്റെ ഊപ്പാടിളകി. ഈ ആഴ്ചയിൽ 4 പ്രാവശ്യമായി ഞാനിവിടെ കയറി ഇറങ്ങുന്നു. എന്താ EMI അടയ്ക്കാത്തത്? ഇപ്പോൾ തന്നെ 2 കുടിശ്ശിയായി. ബൈക്ക് എടുത്തവനെ എപ്പോൾ വിളിച്ചാലും സ്വിച്ച് ഓഫാ. എന്നെ ഇരുത്താനൊന്നും നിങ്ങളായിട്ടില്ല. എനിക്ക് കാശ് കിട്ടണം. രൂപയുടെ കുറവുണ്ട്. ഇനി വരുമ്പോ തരാം. എപ്പോൾ വന്നാലും ഈ പിച്ചക്കാശ് തപ്പിപ്പെറുക്കി തരും. ഞാൻ എന്നെ ധർമ്മക്കാരൻ. അതും പോരാഞ്ഞിട്ട് 100 രൂപ കുറവ്. എനിക്ക് ബാങ്കിലടക്കേണ്ട കാശാ. അവിടെ ചെന്ന് കടം പറയാനേ എൻ്റെ ചിറ്റപ്പനല്ല അവിടെ ഇരിക്കണത്. EMI അടച്ചില്ലെങ്കിൽ മകൻ്റെ വണ്ടി കൊണ്ട് അവരങ്ങ് പോകും. പറഞ്ഞേക്കാം. പിന്നെ മഷീട്ട് നോക്കിയാൽ വണ്ടി കാണില്ല. നാശം. നിങ്ങൾക്കേ പണം അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മകനോട് വണ്ടി വിറ്റ് കാശടയ്ക്കാൻ പറ. വെറുതെ എന്നെ ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ. എന്ന് വന്നാൽ ഈ തള്ളച്ചിങ്ങനെയാണ്. മനുഷ്യനെ വെറുതെ ഇട്ടുണ്ട് കഷ്ടപ്പെടുത്തുക. ആ ചെറുക്കനെയാണെങ്കിൽ വിളിച്ചാലും കിട്ടിയല്ല. എന്തിനായി ബാക്കിയുള്ളവൻ ഇങ്ങനെ ഒരു പണി ചെയ്യണം? എടാ ഇന്നലത്തെ ഗാനം കാണാൻ പോയടാ. എനിക്കിന്നലെ മുഴുവൻ കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ വീട്ടിൽ പോയത്. എന്റെ പോലെ എന്നെ തുള്ളായിരുന്നു അറിയാം ആൾക്കാർ. അടിപൊളി പരിപാടിയാണ്. ഞാനോർത്ത് പ്രശ്നമാകുന്ന ഓർത്ത്. ഇന്നലെ നേരത്തെ പോയി കഷ്ടമായി കേട്ടോ. ആ ഒരു അബദ്ധം പറ്റിപ്പോടാവേ. എടാ ആ വരുന്ന നമ്മുടെ അപ്പു അല്ലടാ. നീ എന്താടാ ഞങ്ങളുടെ തട്ടകത്തിൽ കിടന്നൊരു ചുറ്റിക്കളിയൊക്കെ? ഒന്നും പറയണ്ടടാ. ആ വീട്ടിലെ തള്ളയുടെ മോനൊരു ബൈക്ക് എടുത്ത് ഈ അമ്മയും മകനും മകാവുടായിപ്പ. EMI കൃത്യമായിട്ട് അടയ്ക്കുമോ? അതില്ല. എപ്പോൾ വന്നാലും ഈ 5-ൻ്റെയും 10-ൻ്റെയും ഈ പിച്ചക്കാശെല്ലാം കൂടി തപ്പിപ്പെറുക്കി എനിക്ക് തരും.